ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് പറയുന്നത്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുന്നത് ഒരു ബാധ്യതയായി മാറാനുള്ള എല്ലാ സാഹചര്യവുമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-ന്റെ കാര്യത്തിൽ പരസ്യമായ പിന്തുണയാണ്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 2500-3000 വോട്ടെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ അമീറിന്റെ മുജീബ് റഹ്മാന്റെ സ്വന്തം മണ്ഡലമാണ് നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്ന് അവരുടെ സംഘടനാ ബലം, രണ്ട് മുസ്ലിം ജനസാമാന്യത്തിന്റെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ നറേറ്റീവ് തീരുമാനിക്കാനുള്ള സ്വാധീന ശക്തി, ഇത് രണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച പോളറൈസേഷന് പ്രശ്നമുണ്ടല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണല്ലോ ഇവിടുത്തെ കാതലായ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരു പരാമർശം വലിയ ചർച്ചയായി. ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ ഇവരാണ് UDF-നെ നയിക്കുന്നത്, അതായത് ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-നെ നയിക്കുന്നത് എന്ന പരാമർശം വന്നു. ജമാഅത്ത് കേന്ദ്രങ്ങളിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും കടുത്ത വിമർശനം വന്നു. CPM ആ വിമർശനത്തിൽ നിന്ന് പിന്മാറിയില്ല. നിങ്ങളുടെ നയപരിപാടികൾ ജമാഅത്തെ ഇസ്ലാമി. ഒപ്പം അന്ന് സാദിഖ് അലി തങ്ങൾ ആ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതി അയാ സോഫിയയിലെ ജുമുഅ എന്ന് പറയുന്ന ലേഖനം എഴുതിയത്, ഇത് രണ്ടും വലിയ ചർച്ചാ വിഷയമായപ്പോൾ അവിടെ ഗുണമുണ്ടായിട്ടുള്ളത് LDF-നാണ്. സമാനമായ വിധത്തിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ UDF വളരെ ഓപ്പണായി സ്വീകരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്താൽ ഒരു കൗണ്ടർ പോളറൈസേഷൻ LDF-ന് അനുകൂലമായി ഉണ്ടാവാനുള്ള സാധ്യത, ഞാൻ പറയുന്നത് നിലമ്പൂരിലല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാമോ. ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരു ബാറ്റിൽ ജയിക്കുകയും വരാനിരിക്കുന്ന വാർ ലൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാമോ? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ LDF അവരുടെ പിന്തുണ വാങ്ങിച്ചു കഴിഞ്ഞാലും UDF പിന്തുണ വാങ്ങിച്ചു കഴിഞ്ഞാലും ആര് വാങ്ങിച്ചു കഴിഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് പറയുന്നത്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുന്നത് ഒരു ബാധ്യതയായി മാറാനുള്ള എല്ലാ സാഹചര്യവുമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത്. അത് പക്ഷേ UDF പിന്തുണ വാങ്ങിക്കഴിഞ്ഞാൽ LDF-ന് ഗുണം കിട്ടാനുള്ള സാധ്യത കൂടുതലും. ഒരുപക്ഷെ LDF വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും LDF-ന് അത്തരം ഒരു പിന്തുണ വാങ്ങലിലേക്ക് പോകാനേ കഴിയില്ല. അത് അഭിലാഷ് പറഞ്ഞതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ബാധ്യതയാകും എന്നുള്ളത് തിരിച്ചറിയാൻ UDF-ന് കഴിയുന്നില്ല.